ചെയ്യുന്നത്. ഇന്നലെ ജനാധിപത്യ വിശ്വാസികൾക്ക് ഒരു കറുത്ത ദിനമായിരുന്നു. റഷ്യയിലെ മുൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനി കൊല്ലപ്പെട്ടതായി മരിച്ചതായി വാർത്ത വന്നു. നവൽനിയുടെ മരണത്തിൽ പ്രതിഷേധം. നമ്മുടെ കേരളത്തിലെ സാധാരണ ആളുകൾക്ക് പോലും ഈ അലക്സി നവൽനിയുടെ പേരറിയാം. കാരണം അത്ര കൂടുതൽ അതിശക്തനായ പുടിൻ്റെ വിമർശകനായിരുന്നു ഈ മുൻ പ്രതിപക്ഷ നേതാവും ജനാധിപത്യവാദിയുമായ അലക്സി നവൽനി. എത്രയോ കാലമായി അദ്ദേഹം ജയിലിൽ പീഡിപ്പിക്കപ്പെടുകയായിരുന്നു. ഈ മരണത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് പങ്കുണ്ടെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആരോപിക്കുന്നത്. അന്വേഷണം വേണമെന്നും ഇല്ലെങ്കിൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ജോ ബൈഡൻ പറയുന്നു. നവൽനിയുടെ മരണവാർത്ത തന്നെ ഞെട്ടിച്ചെന്നും കടുത്ത രോഷം ഉണ്ടെന്നും ബൈഡൻ വ്യക്തമാക്കി. ഇപ്പോൾ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി മെറിൻ മേരി ചാക്കോ നമുക്കൊപ്പം മോർണിംഗ് ഷോയിൽ ചേരുന്നു. മെറിൻ മേരി ചാക്കോ, ഗുഡ് മോർണിംഗ്. അലക്സി നവൽനിയുടെ മരണം സംബന്ധിച്ച് മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ് SKN. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രധാന വിമർശകനും മാത്രവുമല്ല റഷ്യൻ അധികാര കേന്ദ്രങ്ങളിലെ അഴിമതിക്കെതിരെ കടുത്ത ശബ്ദമുയർത്തിയ അലക്സി നവൽനി ഇന്നലെയാണ് മരിച്ചത്. സൈബീരിയയിലെ ധ്രുവച്ചെന്നായി എന്നറിയപ്പെടുന്ന ജയിലിൽ വെച്ചാണ് അദ്ദേഹം മരിച്ചത്. ജയിൽ കോമ്പൗണ്ടിൽ നടക്കാനിറങ്ങവേ അസ്വസ്ഥതകൾ വരികയായിരുന്നു. ഇതേ തുടർന്ന് അദ്ദേഹം അബോധാവസ്ഥയിലായി. ഡോക്ടേഴ്സ് എത്തുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിക്കുകയായിരുന്നെന്നാണ് പ്രിസൺ അതോറിറ്റീസ് പറയുന്നത്. വെറും 47 വയസ്സ് മാത്രമാണ് അലക്സി നവൽനിക്ക് പ്രായം. ഈ ഒരു മരണത്തിൽ ഇപ്പോൾ കടുത്ത പ്രതിഷേധം ഉയരുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ ഇപ്പോൾ രൂക്ഷമായ ഭാഷയിൽ തന്നെ രംഗത്തെത്തിക്കഴിഞ്ഞു. കാരണം പുടിനും പുടിൻ്റെ അനുയായികളുമാണ് നവൽനിയുടെ മരണത്തിന് പിന്നിലെന്ന് തന്നെയാണ് US പ്രസിഡന്റ് ജോ ബൈഡൻ പറയുന്നത്. ഈ മരണത്തിൽ കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരും. അന്വേഷണം ഇപ്പോൾ റഷ്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നിരുന്നാൽ പോലും ഈ മരണം തന്നെ ഞെട്ടിച്ചില്ല. എന്നാൽ ഇതിൽ മരണത്തിൽ താൻ കടുത്ത രോഷാകുലനാണെന്ന് തന്നെയാണ് US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല നാറ്റോ, അതേപോലെ തന്നെ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ ഈ നവൽനിയുടെ മരണത്തിൽ കടുത്ത എതിർപ്പ് അല്ലെങ്കിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. റഷ്യയുടെ ചരിത്രത്തിലെ ഒരു പ്രധാന വ്യക്തിത്വം തന്നെയാണ് അലക്സി നവൽനി. കാരണം പുടിൻ്റെ കടുത്ത വിമർശനമാണ്. വരുന്ന മാർച്ചിൽ റഷ്യയിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തന്നെയാണ് ഈ മരണം എന്നത് ഏറെ വാർത്താ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. പുടിനെതിരെയുള്ള വ്ലോഗുകളിലൂടെയാണ് അലക്സി നവൽനി പ്രധാനമായും ശ്രദ്ധ നേടിയത്. 2013 അദ്ദേഹം മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുകയുണ്ടായി. ഈ ഒരു മത്സരത്തിൽ നല്ല ഭൂരിപക്ഷം ലഭിച്ചു. ഇതേ തുടർന്നാണ് പുടിൻ്റെ കണ്ണിലെ ഒരു കരടായി തന്നെ അലക്സി നവൽനി മാറുന്നത്. മാത്രമല്ല 2018 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കാനൊരുങ്ങി. എന്നാൽ 2020 അദ്ദേഹത്തിന് വിഷബാധ ഏൽക്കുകയായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ ജർമ്മനിയിൽ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം 2021 തിരിച്ചെത്തുന്നത്. ആദ്യം റഷ്യയിലെ ജയിലിലായിരുന്നു. തുടർന്ന് ആണ് സൈബീരിയയിലെ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റിയത്. ഈ ഒരു ജയിലിന്റെ പ്രത്യേകത കൊടും തണുപ്പാണ്. അവിടെ ഈ ഒരു കൊടും തണുപ്പുള്ള ജയിലിൽ അദ്ദേഹത്തെ പാർപ്പിച്ചിരിക്കുന്നതിനെതിരെ കടുത്ത വിമർശനം ഉയർന്നിരുന്നു. സോവിയറ്റ് യൂണിയന്റെ കാലം മുതലേ കുപ്രസിദ്ധമായ ഒരു ജയിൽ തന്നെയാണത്. എന്തായാലും മരണത്തിൽ കടുത്ത എതിർപ്പുകൾ തന്നെ ഉയരുന്നുണ്ട്. മാത്രവുമല്ല ഈ പുടിനെ വിമർശിക്കുന്നവരെല്ലാം തന്നെ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ തന്നെ വാഗ്നർ ഗ്രൂപ്പിന്റെ തലവനായിട്ടുള്ള യെവ്ഗനി പ്രിഗോഷിൻ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. മാത്രവുമല്ല അക്വ ഡിസ്കോ എന്ന പോപ്പ് ഗാനത്തിലൂടെ പുടിനെ വിമർശിച്ച ദിവാനോവയും ഇതേപോലെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. വോൾഗ നദി മുറിച്ചു കടക്കുന്നതിനിടെ കടും തണുപ്പിനെ തുടർന്നാണ് ഈ മരണമെന്നാണ് ഔദ്യോഗികമായ വൃത്തങ്ങൾ അറിയിച്ചിരുന്നെങ്കിലും ഈ മരണങ്ങൾ തന്നെ തുടർക്കഥയാണ്. എന്തായാലും റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയുടെ മരണത്തിൽ പ്രതിഷേധം ഉയരുന്നു. റഷ്യൻ തെരഞ്ഞെടുപ്പ് തന്നെ വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ മരണം ചർച്ചയാകുമെന്നതിൽ ഒരു തർക്കവുമില്ല. SKN. ഓക്കെ, താങ്ക് യു മെറിൻ മേരി ചാക്കോ. എന്തായാലും അലക്സി നവൽനിയുടെ മരണത്തിൽ ലോകത്താകമാനം പ്രതിഷേധം ഉയരുന്നുണ്ട്. മരണം പലപ്പോഴും പത്തിമടക്കി പിൻവാങ്ങിയ ചരിത്രമാണ് അലക്സി നവൽനിക്കുള്ളത്. എന്നാൽ അദ്ദേഹം അവസാനം മരണത്തിന് കീഴടങ്ങി. കാരണം വളരെ കടുത്ത തണുപ്പിലാണ് അദ്ദേഹത്തിന് കിടത്തിയിരുന്നത് എന്നൊക്കെ രീതിയിലുള്ള വാർത്തകൾ വരുന്നു. റഷ്യയിലൊക്കെ കടുത്ത വിമർശനം ഉയരുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ.